കൊല്ലം കൊട്ടിയത്തിനടുത്ത് പറക്കുളത്ത് ആര്യവാൾ പുറത്തേക്ക് തള്ളിവന്ന ഭാഗത്ത് ഇപ്പോൾ റിപ്പയർ വർക്കുകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ പാരിപ്പള്ളിയിലും അതുപോലെ തന്നെ കൊട്ടിയം ഭാഗത്തും ഒക്കെ ഇത് ആര്യവാൾ ഇതുപോലെ പുറത്തേക്ക് തള്ളിവന്ന സ്ഥലങ്ങളിലെല്ലാം ഈ സമാന രീതിയിലുള്ള ഒരു വർക്കാണ് ചെയ്തിരുന്നത്. പാരിപ്പള്ളിയിലും കൊട്ടിയത്തുമൊക്കെ വളരെ ഉയരമുള്ള ഭാഗത്താണ് ഇതുപോലെ ആര്യവാൾ ബൾജ് ചെയ്ത് വന്നിരുന്നത്. പക്ഷേ പറക്കുളത്ത് അങ്ങനെയല്ല, അല്പം ഉയരം കുറഞ്ഞ ഭാഗത്താണ് ഇങ്ങനെ തകരാറ് സംഭവിച്ചിരുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെ ആര്യവാളിൻ്റെ ഇങ്ങനെയുള്ള ഒരു തകരാറ് ആദ്യമായി കാണപ്പെട്ട ഒരു സ്ഥലവും കൂടിയായിരുന്നു ഈ പറക്കുളം ഭാഗം. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ വർക്കുകൾ, ഈ ആര്യവാൾ ബലപ്പെടുത്തുന്നതിനുള്ള വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഈ ബൾജ് ചെയ്ത് വന്ന ആര്യവാളിൽ ഡ്രില്ല് ചെയ്ത് ഹോളുണ്ടാക്കിയിട്ട് അതിലൂടെ വലിയ നീളത്തിലുള്ള ഇരുമ്പ് കമ്പി ആര്യവാളിനുള്ളിൽ നിറച്ചിരിക്കുന്ന മണ്ണിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് വലിയ പ്രഷറിൽ ഈ സിമെൻറ്റ് കലക്കിയ മിശ്രിതം അടിച്ച് കയറ്റി ഈ മണ്ണുമായി ബലപ്പെടുത്തിയെടുക്കുന്ന ഒരു സംവിധാനമാണിത്. ഇതൊരു ലോക്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഭാവിയിൽ ആര്യവാൾ കൂടുതൽ ഇതുപോലെ പുറത്തേക്ക് തള്ളാനുള്ള ഒരു സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. വലിയ ഉയരപ്പാതയിലൊക്കെ ഈ ആര്യവാൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വന്നാൽ അത് പൂർണ്ണമായിട്ട് ഇളക്കി റിപ്പയർ ചെയ്യുന്ന വർക്കെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് ആര്യവാളിനെ ബലപ്പെടുത്താൻ വേണ്ടി ഈ രീതിയിലുള്ള സംവിധാനം ചെയ്തത്.